സ്റ്റാർട്ട് ആക്ഷൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചിക്കൻ കടായിയാണ് കാണിക്കാൻ പോകുന്നത്. പൊറോട്ട കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ കടായിക്ക് വേണ്ടി എന്തൊക്കെ മസാലയാണ് ചേർക്കാൻ നോക്കാം. ആദ്യം ഞാൻ മല്ലി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാനിപ്പോൾ എടുക്കുന്ന കുറച്ച് കൂടുതലാണ് എടുക്കുന്നുള്ളത്. നമുക്ക് 1 കിലോ ചിക്കനുള്ള മസാലയുടെ കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ കാരണം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 കിലോ ചിക്കനൊക്കെ മതിയല്ലോ. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഉണക്കമുളക്, പിന്നെ നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം ബ്രൗൺ ആവണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കും വേണം. എന്നിട്ട് അത് പൊടിച്ചെടുക്കണം. കടായിലെ മസാല പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ നല്ല നൈസ് പൊടിയായി മാറാൻ വേണ്ടി പാടില്ല. ഇത് നമ്മൾ ചതച്ചെടുക്കുന്നത് പോലെ കുറച്ച് വലിയ വലിയ പീസുകളായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഇത്രേ പൊടിയാൻ പാടുള്ളൂ. ഇതേമാതിരി തരിയായിട്ട് കിടക്കണം മസാല. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മളുണ്ടാക്കി വെച്ച കടായി മസാല, പിന്നെ ഒരു ചിക്കനുള്ള കണക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ഇത് ഞാൻ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കണക്ക് പറയാത്തത്. ഉപ്പ്, പിന്നെ നാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണി വേറുണ്ട്. നമ്മുടെ മസാലയിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ച് ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ ചൂടായി അലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറാമ്പൂ ഇട്ടു. അത് ക്യാമറയിൽ എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് കാണിക്കാണ്. കറാമ്പൂ, പിന്നെ കറുകയില, ഏലക്ക, പട്ട, പിന്നെ നമ്മൾ ഉള്ളി ചതച്ച് വെച്ചത്, പച്ചമുളക്, തക്കാളി, ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്,
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല വെന്ത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ആദ്യം ചേർക്കുന്നത്. ഇത് കടായി ചിക്കൻ ആണോ ചിക്കൻ കടായി ആണോ? നിനക്കെന്താ ഇഷ്ടം, ചിക്കൻ കടായിയോ അതോ കടായി ചിക്കനോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. എനിക്കിഷ്ടം ബട്ടർ ചിക്കനാ. ബട്ടർ ചിക്കൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. കുറച്ച് നല്ല ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ടച്ച് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കുറച്ചിങ്ങനെ അധികം വാടാത്ത രീതിയിൽ നമുക്കതിനകത്ത് കാണണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ചിലരിത് വാട്ടിയിട്ടൊക്കെ ഇടും വേണമെന്നുണ്ടെങ്കിൽ. വാട്ടേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ പച്ചക്ക് ഇട്ടിട്ട് അധികം വേവിക്കരുത്. 2-3 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് ഇങ്ങനെ പച്ചക്ക് കിടക്കും. അപ്പോൾ നമ്മുടെ കടായിൽ നല്ല കളർഫുള്ളായിട്ട് ഈ ഉള്ളിയും നമ്മളെ ക്യാപ്സിക്കൊക്കെ ഇങ്ങനെ കാണും. പിന്നെ നമ്മൾ ബാക്കിയുള്ള കടായി മസാല കുറച്ച് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ നമ്മളുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്ത് കലീലും കുടുംബവും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനല്ല, അവൻ പറയട്ടെ എങ്ങനെയുണ്ട്. ഇവിടെ ഉണ്ടാക്കിയ പൊറോട്ട? അതെ, പൊറോട്ട ഞാൻ പിള്ളേർ കണ്ടിട്ട് കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ട് നോക്കിയോ. എന്താ കടായിയാ? ചിക്കൻ കടായി. ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയല്ല, ഒന്നും പറയല്ല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? പൊറോട്ട നല്ല സ്മൂത്തായി കിട്ടും, നല്ല സ്മൂത്ത് ഉണ്ട്. നമ്മൾ ചിക്കൻ കടായിയാണ് ഇന്നത്തെ വീഡിയോ. പൊറോട്ട ഞാൻ സൈഡ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ നിന്ന് പൊറോട്ട കൊണ്ടുവരാമെന്ന് കരുതിയാണ്.
വേണ്ട തന്നെ ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഉണ്ടാക്കാന്ന് കരുതിയാണ്. അപ്പോൾ ഇത് ഒരു പാകിസ്ഥാനി സ്റ്റൈലിൽ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ പൊറോട്ടയും പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അതുമാതിരി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുമാതിരി കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. കളിക്കൊന്നും പറയാം. സാധനം നല്ല കോമ്പിനേഷൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം, ഒന്നും പറയാനില്ല, രസമുണ്ടല്ലോ. നിങ്ങൾ റെസ്റ്റോറൻറ്റുകൾ വെക്കുന്നുണ്ടാവും? റെസ്റ്റോറൻറ്റിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നല്ലോ കടായി ചിക്കൻ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ അങ്ങനല്ലേ. ആ സാധനം സൂപ്പറാ. ഓക്കെ, ബൈ. ബൈ.